നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുവൈറ്റിന്റെ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചതിനാൽ നാട്ടിലേക്ക് അത്യാവശ്യമായി പോകേണ്ടവർക്ക് സൗദി വഴിയുള്ള മാർഗം സ്വീകരിക്കാവുന്നതാണ്. സൗദി വഴി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സൗദിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് വിസ എടുക്കാവുന്നതാണ്. ഒന്നാമത്തേത് വിസ ഓൺ അറൈവൽ ആണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിസ ഓൺ അറൈവൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒന്നല്ല. അത് കൊടുക്കുന്നത് ഒന്നുകിൽ സാധുവായ US വിസയുള്ള ആളുകൾ, അത് ഒരിക്കലെങ്കിലും ഉപയോഗിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഷെങ്കൻ വിസ കയ്യിലുള്ള യാത്രക്കാർക്ക്, അതുമല്ലെങ്കിൽ US അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പാസ്പോർട്ട് കൈവശമുള്ള ആളുകൾക്ക്. ഇത്രയും ആളുകൾക്കാണ് ഓൺ അറൈവൽ വിസ അനുവദിക്കുന്നത്. ഈ ഓൺ അറൈവൽ വിസ അല്ലാതെ ആളുകളെല്ലാം തന്നെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗം ട്രാൻസിറ്റ് വിസ എടുക്കുക എന്നുള്ളതാണ്. സൗദി അറേബ്യ വഴി മൂന്നാമതൊരു രാജ്യത്തേക്ക് പോകുന്ന യാത്രക്കാർക്ക് വേണ്ടിയാണ് ഈ ട്രാൻസിറ്റ് വിസ അനുവദിക്കുന്നത്. ഈ വിസയുടെ വാലിഡിറ്റി ഏതാണ്ട് 72 അവേഴ്സ് ആണ്, അതായത് 3 ദിവസം. ഈ വിസ നമുക്ക് കിട്ടണമെങ്കിൽ രണ്ട് കാര്യത്തിൽ നമ്മൾ എലിജിബിൾ ആയിരിക്കണം. ഒന്ന്, നമ്മുടെ പാസ്പോർട്ട് മിനിമം ഒരു 6 മാസത്തേക്കെങ്കിലും വാലിഡ് ആയിരിക്കണം. രണ്ട്, നമ്മുടെ കയ്യിൽ കൺഫേംഡ് ഓൺവേർഡ് എയർ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത്, നമുക്ക് എങ്ങനെ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം? നമുക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്ന്, അതിന്റെ വെബ് പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാം. KSA-visa.sa എന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കുവൈറ്റിലുള്ള സൗദി എംബസിയിൽ നിന്നും നമുക്ക് ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. നമ്മുടെ പാസ്പോർട്ടിന് മിനിമം 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. അതുപോലെ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ്, എയർ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വിസ കിട്ടിയതിനു ശേഷം നമുക്ക് ലാൻഡ് മാർഗം സൗദിയിലേക്ക് പോകാം. അതും നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ലാൻഡ് മാർഗം പോകാവുന്നതാണ്. അതുകൂടി ഇവിടെ പറയാം. ഒന്നാമത്തേത് ജിദ്ദ എയർപോർട്ട് വഴിയുള്ള യാത്ര. വെസ്റ്റേൺ സൗദി അറേബ്യയിലുള്ള ജിദ്ദ വഴിയുള്ള യാത്ര. അത് കുവൈറ്റിൽ നിന്ന് അൽ കഫ്ജി ബോർഡർ കടന്ന് ദമാം, റിയാദ്, മെക്ക വഴി ജിദ്ദ എയർപോർട്ടിലെത്തുന്ന യാത്ര. ഇത് ഏകദേശം ട്രാവൽ ടൈം 16 മുതൽ 18 മണിക്കൂർ വരെ വരും. അതായത് ബോർഡറിലുള്ള ആ ഒരു ചെക്കിങ്ങും അതുപോലെ നമ്മൾ വിശ്രമിക്കുന്ന സമയം കൂടെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16 മുതൽ 18 മണിക്കൂർ വരെ സമയം വരുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോർത്തേൺ സൗദി അറേബ്യയിലുള്ള ഖൈസുമ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. അത് കുവൈറ്റിൽ നിന്ന് സാൽമി, അൽ റഖായ് ബോർഡർ കടന്ന് ഖൈസുമ, ഹാഫർബാറ്റിൻ എയർപോർട്ടിലേക്ക് എത്തുന്നു. ഇതുവഴി പോകുമ്പോൾ ട്രാവൽ ടൈം 3-4 മണിക്കൂർ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ഏത് എയർപോർട്ടിൽ നിന്നാണ് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തേക്കുന്നതെന്നനുസരിച്ച് നമ്മുടെ യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ നമ്മൾ സാഹൽ ആപ്പ് വഴി കളക്ട് ചെയ്യുന്ന നമ്മുടെ എക്സിറ്റ് പെർമിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എപ്പോഴാണെങ്കിലും ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും അതുപോലെ ബോർഡറുകളുടെ സ്റ്റാറ്റസും ഒക്കെ തന്നെ പോകുന്നതിന് മുമ്പ് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മുടെ യാത്ര തുടങ്ങുവാൻ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ട്രാവൽ ഏജൻസികളും അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റർമാരും ഒക്കെ തന്നെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരുന്നുണ്ട്. അവരുടെ സേവനങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ ഒരു കാലവും പെട്ടെന്ന് തന്നെ കടന്നു പോകും. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക.